to our new physics class. There are some situations around us. How fast does soaring plane fly out of sight? How does a striker move quickly on a carom board? In the new lesson, we are going to study about some features of motion. Now we are going to deal with the topic motion. Okay. How does we know that whether an object in a motion or in state of rest? How can we identify that? ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ, മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യുക, ചലിക്കുക അല്ലേ. അപ്പോൾ മോഷനിലാണോ, ഹൗ ഡു വി നോ ദാറ്റ്? നമ്മൾ എങ്ങനെയാണ് അറിയുക മോഷനിലാണോ അല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നുണ്ടാവുക? ലെറ്റ്സ് കൺസിഡർ സം സിറ്റുവേഷൻസ്. Suppose we are traveling in a bus. A passenger in a moving bus. A passenger in a moving bus. With respect to the bus, ബസ്സിനെ സംബന്ധിച്ചിടത്തോളം പാസഞ്ചർ മൂവ്മെൻറ്റിലാണോ, മൂവ് ചെയ്യുകയാണോ അല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? വിത്ത് റെസ്പെക്ട് ടു ദി ബസ്, passenger is in state of rest. But with respect to the റോഡിനെ സംബന്ധിച്ചിടത്തോളം പാസഞ്ചർ എങ്ങനെയായിരിക്കും? With respect to the road, passenger is in a motion. Okay. In the other case, suppose we placing a book on a rotating table. ഒരു ബുക്കിനെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ മുകളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇനി ബുക്ക് മൂവ് ചെയ്യുകയാണോ അല്ലെങ്കിൽ അത് മോഷനിലാണോ അല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ടേബിൾ, ബുക്ക് ഈസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് അല്ലേ, എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മളൊരു ഒബ്ജക്റ്റിനെ അത് മോഷനിലാണോ അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ, ചലിക്കാതെ മൂവ് ചെയ്യാതിരിക്കുകയാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു റെഫറൻസ് ബോഡിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. We can state whether an object is in state of motion or in state of rest with respect to or while considering another object. അല്ലേ, മറ്റൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളത് പറയുക. അപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയും, അങ്ങനെ മറ്റൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടല്ലേ നമ്മൾ പറയുക. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് ആണോ റെഫറൻസ് ബോഡി ആയിട്ട് നമ്മൾ എടുക്കുന്നത് അത്തരം ഒബ്ജക്റ്റിനെ നമ്മൾ പറയുക ഇറ്റ് ഈസ് എ റെഫറൻസ് ബോഡി. അതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ, എന്താണ് നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ അറിയുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അവലംബമാക്കിയെടുക്കുന്ന ആധാരമാക്കിയെടുക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ ബോഡി അല്ലേ, ആ വസ്തുവിനെയാണ് ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റെഫറൻസ് ബോഡി എന്ന് പറയാം. ഓക്കെ. നൗ shall we move to the next topic? Okay. Look at this picture. The path through which a person traveled to his office and returned back home. Traveled to his office and returned back to home are depicted in this figure. He took the road near the hospital. He took the road near the hospital to go to office. But he came back through the road along
the ration depot. Let's analyze the distance he travelled. Let's analyze the distance he travelled. What is the distance travelled by him to reach the office? What is the distance he travelled from home to his office? We see that he took the road നിയർ ദി ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള ഈ വഴിയിലൂടെയാണ് അദ്ദേഹം ഓഫീസിലോട്ട് പോകുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്നതാണ് എന്ത്, ഈ റേഷൻ ഷോപ്പ് വഴി അല്ലേ, റേഷൻ ഡെപ്പോട്ട് വഴി തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീച്ച് ദി ഓഫീസ്? ഏതായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 600 പ്ലസ് 300 അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 900 മീറ്റർ. ഓക്കെ. Then he came back. എത്ര വരും ഡിസ്റ്റൻസ്? 420 പ്ലസ് 660 അല്ലേ. അപ്പോൾ എത്ര വരും? 1080. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ, രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ടാണോ നമുക്ക് കിട്ടുക? നോ. ആർ ദി ഡിസ്റ്റൻസസ് ട്രാവൽഡ് ഇൻ ബോത്ത് ദി സിറ്റുവേഷൻസ് ആർ ഈക്വൽ? നോ. Then what is the straight line distance from his home to his office? ഏതായിരിക്കും സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ്? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 480 മീറ്റർ. അപ്പോൾ 480 മീറ്റർ എന്നുള്ളത് സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം വീട്ടിലോട്ട് എത്തുന്നത് അല്ലേ, വീട്ടിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? റേഷൻ ഡെപ്പോട്ട് വഴിയാണ്. അതായത് 1080 മീറ്റർ, 1080 മീറ്റർ അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തുകയും അതുപോലെ വീട്ടിൽ നിന്നും ഓഫീസിലോട്ട് എത്തുമ്പോൾ 600 മുതൽ അല്ലേ 600 മീറ്റർ വരെ എങ്ങനെയാണ് ഹോസ്പിറ്റൽ വരെയും അതിനുശേഷം ഒരു 300 മീറ്ററും കൂടി ഉണ്ട്, 300 മീറ്ററും കൂടി ട്രാവൽ ചെയ്തിട്ടാണ് ഓഫീസിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ് നമുക്ക് എന്താണ് സെയിം ആയിട്ട് കാണുന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി അവർ കാണിച്ചിട്ടുണ്ട്. ഏതാണ്? സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് 480 മീറ്റർ അല്ലേ, ദാറ്റ് ഇസ് 480 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും, ഇവിടെ രണ്ട് പാത്ത് കാണിച്ചിട്ടുണ്ട്, ഒന്ന് ഹോസ്പിറ്റൽ വഴിയും മറ്റേത് റേഷൻ ഡെപ്പോട്ട് വഴിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് അല്ലേ. എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിനെ നമ്മൾ എന്ത് പറയുക? ഡിസ്റ്റൻസ് എന്നാണ് പറയുക. എത്ര ദൂരം സഞ്ചരിച്ചു, ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദ പാത്ത്. അപ്പോൾ ഇത് ഈ 600ഉം അതുപോലെ 300ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്ന ദൂരവും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ദൂരം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടും ഡിസ്റ്റൻസ് തന്നെയല്ലേ. പക്ഷേ ഈ 480 എന്നുള്ളത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അത് എത്രയാണ്? 480 എന്നുള്ളത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റുമോ? അതും ഒരു ദൂരം തന്നെയാണ്, പക്ഷെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റുമോ? ലെറ്റ്സ് സീ. Will he reach the office if he travels 480 meter towards north? നോർത്തിലോട്ട് പോയാൽ അദ്ദേഹത്തിന് എത്താൻ പറ്റുമോ? ഇല്ല അല്ലേ. In which direction should he travel 480 meter to reach office? അപ്പോൾ ഇങ്ങോട്ട് എത്താനായിട്ട് അദ്ദേഹം ഏത് ഡയറക്ഷനിലാണ് പോയിട്ടുണ്ടാവുക? ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ടാണ് അല്ലേ, മുകളിലേക്ക് നോർത്ത്. അപ്പോൾ ഇങ്ങോട്ടല്ലേ അല്ലേ, ഇങ്ങോട്ടാണ്. അപ്പോൾ ഏത് ഡയറക്ഷൻ? ഇറ്റ് ഈസ് ഈസ്റ്റ് വേർഡ്സ് അല്ലേ. അപ്പോൾ ഈസ്റ്റ് വേർഡ്സ് ഡയറക്ഷനിലാണ് പോയിട്ടുള്ളത്. ദസ് 480 meter straight line distance from home to office eastwards അല്ലേ, ഈസ്റ്റ് വേർഡ്സിലാണ് പോയത്. അപ്പോൾ ഈ ഒരു ദൂരം, ഈ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിന് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു അല്ലേ ഹോസ്പിറ്റൽ വഴി പോകുന്നത് ഒരു ദൂരമാണെന്ന് പറഞ്ഞു, അതുപോലെ ഓഫീസിൽ നിന്നും വീട്ടിലോട്ട് എത്തുന്നതും ഒരു ദൂരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇത് രണ്ടും ദൂരം ആയതുകൊണ്ട് ഇതിന് നമ്മൾ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് എന്ന് പറഞ്ഞു. ഇനി ഇതിന് നമ്മൾ പറയുന്നതാണ് ഡിസ്റ്റൻസ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പോയിന്റ് ടു ദി ഫൈനൽ പൊസിഷൻ. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ
traveled from initial position to the final position. It is called displacement. Okay. അപ്പോൾ displacement is the straight line distance from the initial position to the final position. It has both magnitude, അല്ലേ? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ട്. It has both magnitude and direction. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയണത്. പക്ഷേ എങ്ങനെയായിരിക്കണം? അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം. സ്ട്രൈറ്റ് ലൈനിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്നും, എത്ര ദൂരം സഞ്ചരിച്ചൂലെ, ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്, അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ ഡിസ്റ്റൻസ് എന്നും പറയും. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ വി ഓൾറെഡി സ്റ്റഡിഡ് ദാറ്റ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ, അല്ലേ? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എം. ഹിയർ ഓൾസോ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതും എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മളവിടെ പറയുന്നുള്ളൂ. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ യൂണിറ്റ്, അല്ലേ? യൂണിറ്റ് നമുക്ക് എന്താണ്? അതൊരു ഡിസ്റ്റൻസ് തന്നെയാണല്ലോ. അപ്പോൾ യൂണിറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എം. ഓക്കെ. നൗ ഹിയർ യു ഹാവ് ആൻ ആക്ടിവിറ്റി. Suppose a stone thrown vertically upwards and falls back into the hand. ഒരു കല്ലിനെ മുകളിലേക്ക് എറിയാണ്. സപ്പോസ് അങ്ങനെ എറിയുന്നതിൻ്റെ ഹൈറ്റ് 6 മീറ്റർ ആണെന്നിരിക്കട്ടെ. മുകളിലേക്ക് ആ സ്റ്റോൺ എറിയുന്നതിൻ്റെ ഹൈറ്റ് അത് 6 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണത്? പിന്നീട് അത് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ബോത്ത് കേസ്. ദാറ്റ് ഈസ് വെൻ ദ സ്റ്റോൺ റീച്ചസ് ദി അപ്പർ പൊസിഷൻ ആൻഡ് ഓൾസോ റിട്ടേൺ ബാക്ക് ടു ദി ഹാൻഡ്. ഓക്കെ. ഇൻ ദി കേസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വി ഹാവ് ലേൺ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു indicate the direction and magnitude of the distance traveled. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയാണ്. എന്തൊക്കെയായിരുന്നു? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്, അല്ലേ, ഒരു സ്ട്രൈറ്റ് ലൈൻ പൊസിഷൻ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഇനീഷ്യൽ പൊസിഷൻ മുതൽ, എ എന്നുള്ള ഇനീഷ്യൽ പൊസിഷൻ മുതൽ ബി എന്നുള്ള ഫൈനൽ പൊസിഷൻ വരെയുള്ള അതിൻ്റെ എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ്. സപ്പോസ് ഇറ്റ് ഈസ് 2 മീറ്റർ, ദെൻ ദ മാഗ്നിറ്റ്യൂഡ് 2 മീറ്റർ. ആൻഡ് ഇൻ ദി കേസ് ഓഫ് ഡയറക്ഷൻ ഓക്കെ, ഹിയർ the direction seem to be eastwards. Okay, then 2 meter is the magnitude of the displacement. Displacement തന്നിട്ടുള്ളത് എത്രയാണ്? 2 meter എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ഈസ്റ്റ്വേർഡ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മളിവിടെ കണ്ടത് എന്താണ്? ഇറ്റ് ഈസ് നെസസറി ടു ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. എന്താണ്? ഡിസ്റ്റൻസിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ചേർക്കണം എന്നാണ് പറഞ്ഞത്? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും വേണം. Then some of these such physical quantities are there. It need both magnitude and direction. Directionും മാഗ്നിറ്റ്യൂഡും ഉള്ള such quantities, അതിനെ നമ്മളൊരു പേര് പറയും. അതാണ് നമ്മൾ എന്ത് പറയുക? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ദാറ്റ് ആർ കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. Then there are some of other quantities that are there is no need to indicate the direction along with the magnitude. അതായത് മാഗ്നിറ്റ്യൂഡ് നമുക്ക് അത്യാവശ്യമാണ്, പക്ഷെ അവിടെ നമുക്ക് ഒരിക്കലും ഡയറക്ഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ക്വാണ്ടിറ്റീസും കൂടിയുണ്ട്. Such physical quantities are called scalar quantities. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്
അതിൽ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ, സം ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതാണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെന്നും പിന്നെ കുറേയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സ്കെയിലർ ക്വാണ്ടിറ്റീസും ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ സ്കെയിലർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നും അവയൊക്കെ എന്താണെന്നുമാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായി. കാരണം അവിടെ എന്തുണ്ട്, അവിടെ ഡയറക്ഷനും അതുപോലെ തന്നെ ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈസ് ഇറ്റ് എ വെക്റ്റർ ഓർ സ്കെയിലർ? ഇവിടെ ഈ ക്ലാസ് റൂമിൽ ഞാൻ നിൽക്കുമ്പം എനിക്ക് ടേബിളിൻ്റെ മുന്നിലോട്ട് എത്തണമെങ്കിൽ എനിക്ക് ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നടന്നു വരാം അല്ലേ, നേർരേഖയിൽ. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഇങ്ങനെയും വരാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ടേബിളിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്താണ്, ആ കോർണറിലൂടെ അല്ലേ ഈ വഴി പോയി അങ്ങനെ ചുറ്റി തിരിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് കഴിയും. അപ്പോൾ ഒരുപാട് എങ്ങനെയാണ് ദൂരം നടന്നിട്ട് വേണമെങ്കിലും എനിക്ക് ആ ടേബിളിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അതുപോലെ പല വഴികളും ഉണ്ട് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. അപ്പം ഞാൻ ഈ വഴിയൊക്കെ പോയി ഈ കോർണറിലൂടെ പോയി അങ്ങോട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും, അവിടെ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ ഡിസ്റ്റൻസ് ആണോ? അവിടെ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ എനിക്ക് അവിടെ ഡയറക്ഷൻ എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുമോ? ഞാൻ ഇങ്ങോട്ട് ഈസ്റ്റ് പോയി, പിന്നെ അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് അല്ലേ, നോർത്ത് പോയി സൗത്ത് പോയി അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് ഒരു എന്ത് പറയാൻ പറ്റില്ല, ഒരു ഡയറക്ഷൻ എനിക്ക് അവിടെ പറയാനായിട്ട് സാധിക്കില്ല. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ, കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ അവിടെ 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്ററോളം ഞാൻ അവിടെ സഞ്ചരിച്ച് കഴിഞ്ഞു, ട്രാവൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ, ലെങ്ത് ഓഫ് ദി പാത്ത് എനിക്ക് അവിടെ പറയാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ളത് എന്തായിരിക്കും, ഈസ് ഇറ്റ് എ വെക്റ്റർ ഓർ സ്കെയിലർ? ഏതാ വരിക? അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ, ഡയറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്കതിന് പറയാനായിട്ട് സാധിക്കും, ഈസ് ഇറ്റ് എ scalar quantity? Distance is a scalar quantity. Distance is a scalar quantity. Now here you have an activity. Find out more examples of such physical quantities having vector quantities and scalar quantities. Okay, physical quantities having vector quantities. Some of the physical quantities are vector quantities and another one, some of them are scalar quantities. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലുള്ള അതായത് സ്കെയിലാർ ക്വാണ്ടിറ്റീസിനും വെക്റ്റർ ക്വാണ്ടിറ്റീസിനും എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞത്. ഇപ്പം നമുക്ക് 2 ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു, ഒരു 6 മീറ്റർ ഹൈറ്റിലേക്ക് നമ്മളൊരു സ്റ്റോൺ അല്ലേ ത്രോൺ ചെയ്യുകയാണെങ്കിൽ, വെർട്ടിക്കലി അപ്വേർഡ് മുകളിലേക്ക് ത്രോൺ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് തന്നെ വരുവാണെങ്കിൽ അവിടെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. ഇനി അടുത്ത ആക്ടിവിറ്റി ഇതാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. വാട്ട് ആർ ദേ? One of them is vector quantities and another one is scalar quantity. അതിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസിനും സ്കെയിലാർ ക്വാണ്ടിറ്റീസിനും മോർ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓൺ ഏതൊക്കെയാണ് ഓഫ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. Here displacement is a vector quantities because it has both magnitude and direction. In the case of distance it is a scalar quantities because scalar quantity because it is indicated only to be മാഗ്നിറ്റ്യൂഡ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു സ്കെയിലർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലെറ്റ്സ് കൺസിഡർ അനദർ സിറ്റുവേഷൻ. ദാറ്റ് ഈസ് എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം പൊസിഷൻ A to B in 60 meter, then turns to C in 30 meter and return back to position A in 80 meter and reaches to position D. അദ്ദേഹം ഇത് മാത്രമല്ല ചെയ്തത്, മറ്റൊരു കാര്യം കൂടി ചെയ്തു. എ എന്ന പൊസിഷനിൽ നിന്നും ബിയിലൂടെ പോയി സിയിലെത്തിയതിന് ശേഷം പിന്നീട് എങ്ങോട്ട് പോയി,
ഡി എന്നുള്ള പൊസിഷനിലേക്കും കൂടി പോയി. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ അല്ലേ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുണ്ടായി. ഒന്ന് എ ബി സി, ഈ 3 നിന്നല്ലേ, അതായത് ബിയും സിയിലൂടെയും കടന്നിട്ട് ഡിയിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി മുതൽ ഡി വരെയുള്ള ദൂരം 60 ആണെന്നിരിക്കട്ടെ. എ മുതൽ ഡി വരെയുള്ള ദൂരം ഡിസ്റ്റൻസ് 100 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റിലും എത്തുമ്പോൾ എയിൽ നിന്നുള്ള പൊസിഷനിൽ നിന്നുള്ള ആള് ബിയിലെത്തുമ്പോൾ, അതുപോലെ സിയിലെത്തുമ്പോൾ, ദെൻ ഡിയിലെത്തുമ്പോൾ, അങ്ങനെ ഓരോ പൊസിഷനിലുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് another activity for you. Find out the distance and displacement while reaching the position B, C and D. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റുകൾ വന്നു എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം എങ്ങനെയാണ്, ആദ്യം എ എന്നുള്ള പൊസിഷനിലുള്ള അല്ലേ, എ എന്ന പൊസിഷനിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അത് എങ്ങനെയാണ് പോയത്, ബി മുതൽ സി വരെ എത്തി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വന്നു. അതിനുശേഷം ഡിയിലോട്ടെത്തി. അത് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത് തിരിച്ചത് എങ്ങനെയാണ്, എന്ന് തുടങ്ങി ബിയിൽ വന്ന് സിയിൽ വന്ന് പിന്നെ എന്ത് ചെയ്തു, നേരെ തിരിച്ച് ഡിയിലോട്ടെത്തി. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ 2 കാര്യം പറഞ്ഞു അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ ചെയ്തത്, അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ്, എ നിന്ന് നേരെ ഡിയിലോട്ട് ചെന്നു. അപ്പോൾ ഇവിടെ ഓരോ പൊസിഷനിലും ഉണ്ട് അല്ലേ. എന്താണ്, ജേർണി സ്റ്റാർട്ട് ചെയ്ത് എ എന്നുള്ള പൊസിഷനിലായിരുന്നു. പക്ഷെ എങ്ങനെയാണ്, ബിയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുക. ദെൻ വൈൽ റീച്ചിങ് സി എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുക. ഇനി വൈൽ റീച്ചിങ് ഡിയിലെത്തുമ്പോൾ അതിപ്പോൾ ഈ 3 പൊസിഷനിലും കണ്ടുപിടിക്കണം. 3 ഇങ്ങനെ വേ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ 3 വേയിലൂടെയും എന്ത് ചെയ്യണം, ഡി എന്നുള്ള പൊസിഷനിലും നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, നിങ്ങളുടെ യുക്തിപരമായിട്ട് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. എ ടു ബി ആവാം, അല്ലെങ്കിൽ എ ടു സി ആവാം, എ ടു ഡി ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷേ വൈൽ റീച്ചിങ് ബി സി ഡി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാം. ഇതാണ് അതർ ആക്ടിവിറ്റി. കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങളല്ലേ, കുറച്ച് വാല്യൂസും അതുപോലെ തന്നെ കുറച്ച് പോയിന്റുകളും നമുക്കിവിടെ ഡിനോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്, എപ്പോഴായിരിക്കും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുക? എ എന്നുള്ള പോയിന്റ് ഇവിടെ സിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെന്താണ്, സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹം നേരിട്ട് എ ടു സി വൈൽ റീച്ചിങ് സി, എയിൽ നിന്നും സിയിലോട്ടാണ് എത്തുന്നതെങ്കിൽ അതെന്തായിരിക്കും, അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയി എന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം എ ടു സി ആണ്, അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയി എന്ന് പറയാൻ പറ്റും. ഇനി അദ്ദേഹം എ മുതൽ ബി ടു സി ആണ് വന്നതെങ്കിലോ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം.